നമ്മൾ വെനസ്വേലയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയിലായിരുന്നാലും അതേപോലെ തന്നെ മുതലാളിത്ത ശക്തികളും പാശ്ചാത്യ ശക്തികളും നിക്കോളസ് മദുറോയെയും അവിടെയുള്ള രാഷ്ട്രീയത്തെയും എതിർ നിൽക്കുകയും അത് ജനാധിപത്യ വിരുദ്ധമാണ്, അത് എല്ലാ അവകാശങ്ങളെയും ധ്വംസിക്കുന്നതാണ് എന്ന് പറയുന്നുവെങ്കിലും ലോകത്താകെയുള്ള ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ അവരാണ് അവിടുത്തെ ജനാധിപത്യത്തിന്റെ വക്താക്കൾ എന്ന് പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. അപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാരിനെതിരെ നിലകൊള്ളുകയും അവിടുത്തെ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് മരിയ കോറിന മച്ചാഡോയെ ഈ ഒരു നൊബേലിന് അർഹയാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് പലതരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. 1967 ജനിച്ച് ഈ എഞ്ചിനീയറായി പ്രവർത്തിച്ചിരുന്ന സ്പാനിഷ് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് മച്ചാഡോ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു വിവാദം കത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ നിരവധി ശ്രമങ്ങൾ, അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ കുറെ മാസത്തിനുള്ളിൽ 7 മാസത്തിനുള്ളിൽ 7 യുദ്ധങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നു. ഈ നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നു. പല രാജ്യങ്ങളിൽ നിന്നും നോമിനേഷന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നു. ഇസ്രായേലും പാകിസ്ഥാനും ട്രംപിന് നൊബേൽ സമ്മാനം നൽകണം എന്നുള്ള വലിയ ആശയങ്ങൾ ഉയർത്തിവിടുകയും നോമിനേഷൻ നൽകുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ നമുക്കറിയാം നൊബേൽ ട്രംപിന് ലഭിച്ചില്ല. ഇക്കാര്യത്തിൽ ഇനി ട്രംപിന്റെ പ്രതികരണം എന്താകും എന്ന് കാത്തിരിക്കുക കൂടിയാണ് ലോകം. കാരണം നൊബേൽ സമ്മാനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, ഞാൻ ഇത്രയും യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, പക്ഷേ അവർ എനിക്കൊന്നുമല്ല തരിക, വേറെ ഒന്നും ചെയ്യാത്ത ആൾക്കാണ് ഈ ഒരു നൊബേൽ സമ്മാനം കൊടുക്കുക എന്നവരെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ ഏതർത്ഥത്തിൽ നോക്കുകയാണെങ്കിലും സമാധാന നൊബേലിന് അർഹനല്ലാത്ത വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് നമുക്കറിയാം. കാരണം ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യയുടെ കൂട്ടുത്തരവാദി കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള അന്താരാഷ്ട്ര വേദികൾ, അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടത് ആകട്ടെ, WHO ആകട്ടെ, അതേപോലെയുള്ള എല്ലാ വേദികളെയും പുച്ഛിച്ചു തള്ളുകയും അതിനെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപിന് ഇതൊരിക്കലും അർഹതപ്പെട്ടതല്ല എന്ന് ലോകത്താകെയുള്ള പരിസ്ഥിതി സംഘടനകളാവട്ടെ, സമാധാന സംഘടനകളാവട്ടെ, അവരെല്ലാവരും വാദിച്ചിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് ആയിരിക്കും ഡൊണാൾഡ് ട്രംപ് തള്ളപ്പെടാനുള്ള സാധ്യത. മറ്റൊന്നെന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ നോമിനേഷൻ ലഭിക്കേണ്ട കാലയളവിൽ ട്രംപിന് അനുകൂലമായിട്ടുള്ള നോമിനേഷനുകൾ ലഭിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ യുദ്ധം അവസാനിക്കുന്നതിന് എത്രയോ മുമ്പ്, 5 ദിവസം മുമ്പെല്ലാം ഇത് തീരുമാനമായിട്ടുണ്ടാവും. ഇന്നതിന്റെ പ്രഖ്യാപനം മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നലെ നടന്ന ഈ ഗസ യുദ്ധമൊന്നും ഇതിന്റെ ഒരു ഭാഗമായി വരുന്നില്ല. ഇതൊക്കെയാണ് ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ അത് ഈ മിസ്സാവാനുള്ള കാരണം. ഒരുപക്ഷെ അടുത്ത വർഷത്തേക്ക് ഈ ഒരു സമാധാന നൊബേലിലേക്ക് ഡൊണാൾഡ് ട്രംപ് പരിഗണിക്കപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായിരുന്നാലും മരിയ കോറിയ മച്ചാഡോ പറയുകയാണ്, 2014 ജനാധിപത്യ പ്രക്രിയയിൽ, അതായത് വെനസ്വേലയെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരണം, ഇടതുപക്ഷ നിക്കോളാസ് മദുറോയുടെ ഭരണത്തിൽ നിന്നും മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. 2024 രാഷ്ട്രീയ പ്രതിസന്ധി നമുക്കറിയാം. ഒരു ഭാഗത്ത് ഇടതുപക്ഷം നിക്കോളാസ് മദുറോയെ നേതാവായി ഉയർത്തിക്കാട്ടുന്നു. പല ആളുകളെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ അതിന്റെ സ്ഥാനത്തേക്ക്, വെനസ്വേലയുടെ തലപ്പത്തേക്ക് അവരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു രാഷ്ട്രീയ ക്രൈസിസ് ഉണ്ടായ ഘട്ടത്തിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി അദ്ദേഹം അതാണ് നേരത്തെ സുഹേൽ പറഞ്ഞതുപോലെ ഒരു എക്സ്ട്രീം റൈറ്റ് എന്നൊരു ഒരു കാര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു നൊബേൽ സമ്മാനം വലിയ ചർച്ചയാകാറുണ്ട്. എല്ലാ തവണയും പോലെ തന്നെ ഇത്തവണയും അത് ചർച്ചയാകും. പക്ഷേ ഇങ്ങനെയൊരു നേതാവിന് കൊടുക്കുന്നു എന്നതിൽ അത് കൂടുതൽ വിവാദമാകാനുള്ള ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത്? തീർച്ചയായും പലതരത്തിൽ ഇനി വിവാദങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാനുള്ള സാധ്യതയുള്ളൂ. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഡൊണാൾഡ് ട്രംപിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്കാണ്. അതായത് വെനസ്വേലയുടെ രാഷ്ട്രീയത്തിൽ US-ന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് നിക്കോളാസ് മദുറോയ്ക്ക് പകരമായി ഉള്ള ഒരാൾ ആരായിരുന്നാലും അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ പിന്തുണ കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ ഇനി നോർവേ സർക്കാരിനൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം പല റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സമാധാന നൊബേൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നോർവേയുടെ ധനകാര്യമന്ത്രിയെയും അതേപോലെ തന്നെ പലതരത്തിലുള്ള നോർവേജിയൻ രാഷ്ട്രീയത്തിലുള്ള ആളുകളെയും ട്രംപ് പലതരത്തിൽ ലോബിയിങ് നടത്തി. തനിക്ക് നൊബേൽ സമ്മാനം കിട്ടിയില്ലെങ്കിൽ നോർവേക്ക് കൂടുതൽ നികുതി ഉണ്ടാകും. ട്രംപിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ചുങ്ക തീരുവ ഭീഷണിയാണ്. അത് വരെ നോർവേക്കെതിരെ മുഴക്കിയിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനെ ഞങ്ങളൊരു സ്വതന്ത്രമായ ഒരു സംവിധാനമാണ് നോർവേജിയൻ സമാധാന നൊബേൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന വ്യക്തമായ നിലപാട് നോർവേ പുറത്തുവിടുകയും ചെയ്തിരുന്നു.
ഇപ്പോൾ ഏതായിരുന്നാലും നോർവീജിയൻ നൊബേൽ കമ്മിറ്റി പറയുന്നത്, മരിയ കൊറിയ മച്ചാഡോ എന്ന് പറയുന്നത് നിസ്സഹായരായ ആളുകൾക്ക് വേണ്ടി പോരാട്ടം നടത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായി പറയുന്നത്. മറ്റൊന്ന്, ലോകത്തിലെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ വെനസ്വേലയിൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പുകൾ വേണം എന്ന് പറയുന്നു. അതിനുവേണ്ടി പോരാടുന്നു, നീതി സ്ഥാപിക്കാൻ വേണ്ടി സഹായിച്ചു. അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലെ മറ്റു ഭരണകൂടം, ലാറ്റിൻ അമേരിക്കയിൽ പലതരത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്, രാഷ്ട്രീയ ഭാവം കൂടിയുണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ ഉയർന്നു വരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം, അതേപോലെ തന്നെ പല രാജ്യങ്ങൾ, അവിടെയൊക്കെയുള്ള മറ്റു ഭരണകൂടങ്ങൾക്ക് മാതൃകയാകേണ്ടതാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ യുക്രൈൻ റഷ്യ യുദ്ധം, ഗസ യുദ്ധം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങൾ അവിടെ നിന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ട് വീണ്ടും മറ്റു പല മേഖലകളിലുള്ള ജനാധിപത്യ പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ്. ഈ പുതിയ ഇനിയിപ്പോ ട്രംപിന്റെ കാര്യം മാത്രം പോയിട്ടുണ്ടെങ്കിൽ സമാധാന നൊബേൽ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിന്റെ സമാധാനം കൂടിയാണ് നഷ്ടമാകുന്നത്. കാരണം വലിയ പ്രതീക്ഷയോടെ ഇരുന്നതാണ്. ഏതൊക്കെ രാജ്യങ്ങൾ ട്രംപിനെ സപ്പോർട്ട് ചെയ്തു എന്നതുപോലും വ്യക്തമല്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, ഗസയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ ട്രംപിന്റെ കാര്യമായതുകൊണ്ടാണ് സംശയം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ട്രംപിന്റെ രീതി, ഇപ്പം നമുക്കറിയാം പല വിഷയങ്ങളിലും അദ്ദേഹം പലതവണ കാര്യങ്ങൾ മാറ്റി പറയുകയും ഇല്ലെങ്കിൽ പറയാതിരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോൾ ആ ചർച്ചകളെ ഇത് ബാധിക്കില്ലല്ലോ അല്ലെ?